ആഫ്രിക്കയിലെ ഒരു റോഡ് ബ്ലോക്ക് കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കിയത് ആരാന്നൊന്ന് നോക്കിക്കേ. ആഫ്രിക്കയിൽ താമസിക്കുന്നവർക്ക് അറിയാം, ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. വളരെ രസകരമായി ഈ കാഴ്ച കാണാനായിട്ട് ആഫ്രിക്കയിൽ തന്നെ വരണം. പലർക്കും ഉള്ള ആഗ്രഹമായിരിക്കും ആഫ്രിക്കയിൽ വന്ന് സഫാരി ചെയ്യണം എന്നുള്ളത്. ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു കാഴ്ച കാണാനാണ് പോണത്. ഞാനുള്ളത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇവിടെ ഒരുപാട് നാഷണൽ റിസർവ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് പിലാനസ്ബർഗ് നാഷണൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വന്യമൃഗങ്ങളുള്ള ഒരു നാഷണൽ പാർക്കിലേക്ക് നമ്മുടെ സ്വന്തം വണ്ടി ഉപയോഗിച്ചിട്ട് മൃഗങ്ങളെ കാണാൻ പോണ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കണം വീടിന്റെ തൊട്ടടുത്ത് സിംഹവും പുലിയൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ വീട്ടിൽ നിന്ന് ജോനസ്ബർഗിൽ നിന്ന് ഒരു 3.5 മണിക്കൂർ പോയാലാണ് ഈ നാഷണൽ പാർക്കിൽ എത്തുക. അപ്പോൾ അവിടെ പോണ വഴിയിൽ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചോട്ടോ, വിശപ്പ് മാറാനായിട്ട്. എന്നിട്ട് നമ്മൾ അതിരാവിലെ തന്നെ ഇവിടെ എത്തി. രാവിലെയാണ് പോണത് നല്ലത്, അപ്പോഴാണ് മൃഗങ്ങളെ കൂടുതൽ കാണാൻ പറ്റുക. സഫാരി വണ്ടികളിൽ ഇതുപോലത്തെ വണ്ടികളിൽ നമുക്ക് പോകാം, പക്ഷെ നമ്മൾ ഈ സ്വന്തം നമ്മുടെ കാറിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇവിടെ ഏത് നാഷണൽ പാർക്കിൽ പോയാലും ഇതുപോലെ മുത്തോണ്ടുള്ള വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വുഡ് കൊണ്ടുള്ള വർക്കുകൾ കാണാൻ പറ്റും. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുമ്പോൾ അവരൊരു ബുക്ക് തരും, പിന്നെ നമുക്ക് അതിന്റെ മാപ്പും തരും. പിന്നെ ആ പാർക്കിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ടെന്നോ എന്തിനെയൊക്കെ സ്പോട്ട് ചെയ്യാനും കാണാൻ പറ്റും. 550 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഒരു പാർക്കിന്റെ മൊത്തം വിസ്തീർണം. ഫുൾ മാപ്പ് ഉണ്ടാവും, അത് നോക്കി വേണം പോകാനായിട്ട്. സ്വന്തം വണ്ടിയിലായതുകൊണ്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് പോകാം. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾ ജിറാഫിനെയൊക്കെ കണ്ടു. ഈ പാർക്കിന്റെ വഴികളിൽ കുറച്ച് ഭാഗമൊക്കെ ടാറിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഭാഗമൊക്കെ മഡ് റോഡാണ്. മാപ്പിൽ ഇതൊക്കെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറ്റികൾ കാണുക, അതിലാണ് ഏത് സ്ഥലത്ത് എത്തി എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു ആനക്കൂട്ടം തന്നെ നമ്മളുടെ ഫ്രണ്ടിൽ വന്ന് സ്റ്റക്കായി. കാറുകളൊക്കെ പേടിച്ച് മുന്നോട്ട് പോകാണ്ടിരിക്കുകയായിരുന്നു, കാരണം ആന കുട്ടി കിടക്കണ്ടായിരുന്നു. എന്ത് ഭംഗിയാ നോക്കണ ആ കുട്ടീനെ കാണാനായിട്ട്. ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മുടെ സ്വന്തം കാറിൽ ഇരുന്നിട്ട് ഈ മൃഗങ്ങളൊക്കെ കണ്ടുപോലെന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടൊരു കാഴ്ച കേട്ടോ. പാർക്കിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ മാപ്പ് നോക്കി മൃഗങ്ങളെ തപ്പി ഇറങ്ങുകയാണ്. ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. വിശന്ന് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ നെക്സ്റ്റ് അവിടെ പോയപ്പോഴുണ്ടല്ലോ, അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, അവിടെ ഈ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്തായിട്ട് നിറച്ച് മാനുകളെല്ലാം ഇങ്ങനെ വെള്ളം കുടിക്കാൻ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടിരിക്കാൻ തന്നെ എന്തൊരു രസം. അതിന്റെ മെനു കിട്ടിയപ്പോൾ മെനു തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു മെനു ഞാൻ ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടില്ല. ചിക്കനും മീനും വൈൽഡ് മീറ്റും അടക്കമുള്ള എല്ലാ ഐറ്റംസ് അവിടെ ഓർഡർ ചെയ്യാനുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നമ്മൾ കണ്ട കാഴ്ച വൈറ്റ് റൈനോനെയാണ്. വളരെ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരാളാണ് ഈ വൈറ്റ് റൈനോ. പക്ഷെ സിംഹത്തിനെയും ലപ്പടിനെയും ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ റോഡ് ബ്ലോക്ക് ആക്കി ആന നമ്മളെ കുറച്ച് കഷ്ടപ്പെടുത്തി.